നമ്മുടെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ വീണ്ടും ഒരു അടിക്കുള്ള രംഗമൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. അതായത് പവർ ടീം വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിനിടയ്ക്ക് ഇവർ തമ്മിൽ വീണ്ടും ഒരു വാഗ്വാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ജാസ്മിൻ ജിൻഡോയെ പുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. ഇപ്പം ജിൻഡോയ്ക്ക് സാധാരണ ജിൻഡോ കാക്കാന്നാണ് വിളിക്കുന്നത്. പിന്നെ പുള്ളി എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുമല്ല, ആ പുള്ളി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മളെ ജിൻഡോ പറയുന്നത് എന്നെ അത് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. എന്നെ വേണമെങ്കിൽ പേര് വിളിക്കാം, ഇല്ലെങ്കിൽ ജിൻഡോ കാക്കാന്ന് വിളിക്കുന്നത് പറയുന്നുണ്ട്. അപ്പം ജാസ്മിൻ അങ്ങനെ വിളിച്ച് തെറ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ജിൻഡോ ആ ഒരു കാര്യത്തെ പിടിച്ച് തൂങ്ങുവാണ് കേട്ടോ. അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ആൾ നോക്കുന്നത്, ഒരു കണ്ടന്റ് ഉണ്ടാക്കണമല്ലോ. അപ്പം ആ സമയത്ത് ജിൻഡോയുടെ വായിന്ന് അറിയാതെ പറഞ്ഞു പോയി. ഇന്നലെ റസ്മിൻ വന്നിട്ട് പറഞ്ഞു നിൻ്റെ പുറകെ നടക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിൻ്റെ കാലെ പിടിച്ച് തൂത്തുവാരി അടിച്ചേന് എന്ന രീതി പറഞ്ഞു. അപ്പോൾ അതെന്ന് പറയുന്നത് പുള്ളി വിളിക്കുന്നത് വലിയ തെറ്റല്ല, പക്ഷേ ഈ കാലെ തൂത്തുവാരി അടിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഒരു ഒഫൻസീവ് ആയിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാസ്മിൻ ഇപ്പം അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ജാസ്മിൻ ഇത് പവർ ടീമുകാർക്ക് പരാതിയും പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റനെതിരെ ഫസ്റ്റ് പരാതിയും കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു തീരുമാനം ഉണ്ടാകും, ഇതിനൊരു ടീമിനെ നിയോഗിക്കും. ആ ടീം ഒരു കാര്യം പറയും, ഇനി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് പവർ ടീമുകാർ പറയാൻ പോകുന്ന അറിയത്തില്ല. മിക്കവാറും 2 പേർക്ക് ശിക്ഷ കൊടുക്കുന്ന ആദ്യമുണ്ട്. പുള്ളിന്ന് വിളിച്ചതിന് ഒരു ശിക്ഷ കാണുമായിരിക്കും. പുള്ളിന്ന് വിളിക്കുന്നത് തെറ്റൊന്നും അല്ല. പിന്നെ അതിന് ഇനി ബിഗ് ബോസിനകത്ത് ഇനി വരെ തെറ്റാൻ നമുക്ക് അറിയത്തില്ല. അപ്പം അതിൻ്റെ പേരിൽ എന്തായാലും ജാസ്മിനും ഒരു ശിക്ഷ കിട്ടും. മാത്രമല്ല ജിൻഡോയായിട്ട് പവർ ടീമുകാർക്ക് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം ജിൻഡോയോട് ഉണ്ടാകുകയും ചെയ്യും. കാരണം ജാൻമണി ആണെങ്കിലും ശരണയൊക്കെ ആണെങ്കിലും ഒരു സ്നേഹം ഉണ്ട് നമ്മുടെ ജിൻഡോയോട്. പിന്നെ ഋഷിയുടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എല്ലാവർക്കും അത് ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ശിക്ഷയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇതും പണി കിട്ടാൻ പോകുന്നത് ജിൻഡോയ്ക്കും അല്ല നമ്മുടെ ഗബ്രിക്കും ജാസ്മിനും തന്നെയാണ്. മാത്രമല്ല അവർ നന്നായിട്ട് ചൊറിയുന്നുണ്ട് കേട്ടോ. അവരൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാര്യം 2 ദിവസം ഭയങ്കര കരഞ്ഞും പിഴിഞ്ഞും നടന്ന ആൾക്കാർ ഇപ്പം ഭയങ്കരമായിട്ട് ഉണർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വഴക്കും അടിയൊക്കെ നമുക്ക് കാണാം. എന്താവുന്നത് കണ്ടു തന്നെ അറിയണം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.